ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് മടിയൊക്കെ ആയതുകൊണ്ട് എൻ്റെ വ്ളോഗും ഷോർട്സും കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് കാച്ചാന്ന്. വലിയ പ്രത്യേകതയൊന്നുമില്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു വീക്കെൻഡ് വ്ളോഗാണ്. സോ ഇവിടെ വീക്കെൻഡാണ്, അപ്പോൾ അത് ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവളുടെ ക്ലിനിക്കിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഹെയർ റിമൂവലിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അവളുടെ ക്ലിനിക്കിലാണ്. സോ അവൾക്കൊരു കുട്ടിയൊക്കെ ആയിട്ട് ആ കുട്ടീനെ കാണാൻ വേണ്ടി എനിക്ക് ഇതുവരെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവളുടെ കുഞ്ഞിനെ അവളൊക്കെ കാണാനായിട്ട് ഞാൻ പോവുകയാണ്. അയ്യോ, ആദ്യം റോഡൊന്ന് ക്രോസ് ചെയ്യട്ടെ. ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പോവുകയാണ്. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ഒന്നും പോകാൻ പറ്റിയില്ല. അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഈ കുട്ടി ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. ബട്ട് ഞങ്ങൾ കറൻറ്റ് ദേര ഗോൾഡ് സൂക്കിലാണ് ഉള്ളത്. സോ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കുട്ടിക്ക് ചെറുതായിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഇവിടെ ഒരു ഗോൾഡ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം അകത്ത് കയറി എന്തെങ്കിലും ഒന്ന് മേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങട്ടെ. ഇത്തിരി വൈകിപ്പോയി, വൈകുന്നേരം എത്താമെന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പത്തിന് ഓൾമോസ്റ്റ് വൈകുന്നേരമായി. സോ ഞാൻ ഇതിനകത്തൊന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ് എന്ത് വാങ്ങിക്കണമെന്നുള്ളത്. ഇത് കൂട്ടി 2ാമത്തെ തവണയാണ് ഞാൻ ബേബിക്ക് ഒരു സാധനം വാങ്ങിക്കാൻ വരുന്നത്. നമ്മൾ ശക്കരയുടെ കുഞ്ഞിനെ കൊടുത്തപ്പോൾ എനിക്കൊന്നും നോക്കാനില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടത് ഞാനങ്ങ് എടുത്തു. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഞാൻ 2 സാധനം നോക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കുട്ടി ബ്രേസ്ലെറ്റും ആൻഡ് ഒരു വളയും. എന്താ എടുക്കുക? എനിക്ക് 2 കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് 2ൽ ഞാൻ ഏതെടുക്കട്ടെ എന്ന് ആലോചിക്കുന്നത്. ഏതെടുക്കാം? ഇതെടുക്കാം അല്ലേ? സോ ഐ ചൂസ് ദിസ്. എനിക്ക് വളയേക്കാൾ ബ്രേസ്ലെറ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഞാൻ തെളിയിച്ചു. ഒരു സാധനം എനിക്കിഷ്ടം. ഒരു 2 ഗ്രാമൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഷോപ്പ് ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതല്ലേ? അല്ല, ഇത് യൂട്യൂബിലതാണ്. അതെ അതെ, ഇത് ഇവര് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് എനിക്കറിയാം. ഞാൻ ഇവരുടെ ഇനാഗ്രേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഞാനിവിടെ തിരഞ്ഞുപിടിച്ച് വന്നതാണ്. എയിൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അല്ലേ, അതാണ് ഇവരുടെ ജ്വല്ലറിയുടെ പേര്. അത്യാവശ്യം റോഡ് സൈഡിലൊക്കെ തന്നെയാണ്. പാർക്കിങ് ഞാൻ കുറച്ച് മുഷ്കിലാണെന്നുള്ളത് സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടുണ്ടല്ലോ. സാർ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇത് സിൽവർ ആണല്ലേ? ഞാൻ ഗോൾഡിൻ്റെ ബാറ് കണ്ടിട്ടുണ്ട്, സിൽവറിൻ്റെ ഇത്രയും വലിയ ബാറ് കണ്ടിട്ടില്ല. ഇത് 1 kg ആണല്ലേ? ഇത് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ, 1 kgയുടെ ആണ്. ഞാൻ ഗോൾഡ് ബാറൊക്കെ കണ്ടിട്ടുണ്ട്, സിൽവറിൻ്റെ ഇത് ഭയങ്കര വെയിറ്റാണ്. വെച്ചോളൂ, അത് ബില്ലാക്കിക്കോളൂ കേട്ടോ. നമുക്കത് ബില്ലാക്കാം. ഒത്തിരി വൈകി, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ആക്കാൻ വേണ്ടിയിട്ടില്ല. ഇതിൽ വെക്കാൻ പോലെ. ഓക്കെ, നല്ല കളറിൽ കവറിൻ്റെ. താങ്ക് യു. അപ്പോൾ സോ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ആ ഷോപ്പ്. ഇപ്പം റീഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ഇവർ ഷോപ്പ്. നമുക്ക് ഇങ്ങോട്ടല്ലേ പോകണ്ടേ? നമ്മളിങ്ങോട്ടല്ലേ? റോഡ് ക്രോസ് ചെയ്തത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഗൈസ്. ഭയങ്കര തലവേദന ഇപ്പം ഈയിടെ ആയിട്ട്. എണീക്കുമ്പോഴൊക്കെ ഭയങ്കര തലവേദനയാണ്. എനിക്കറിയാൻ പാടില്ല, എക്സ്പയറി ഡേറ്റ് ആവാനായോ എന്തോ. സോ നെക്സ്റ്റ് നമ്മൾ അവളെ കാണാൻ വേണ്ടി പോകണം. അജ്മാനിലാണ് അവളെ താമസിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് നേരെ അവളെയും അവളുടെ ബേബീനെയും നമ്മൾ കാണാൻ പോവാണ്. അതിനുശേഷം നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വഴി പറയാം ഗൈസ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ കൊല്ലം നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ഈ കാറ്, ഈ ടെസ്ലാൻ്റെ കാറ് നമ്മുടെ കയ്യിലിരിക്കും. അല്ല, എൻ്റെ കയ്യിലിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കൂ. ഗോൾഡൻ കാർ 24K
ഗോൾഡ് പ്ലേറ്റ് ആണ് ഈ കാറ്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇതിൻ്റെ അടുത്താണ് ഞാൻ വരാൻ പോകുന്നതെന്നുള്ളത്. എൻ്റെ വിചാരിച്ചത് ആർക്കും അടിച്ചിട്ടൊന്നുമില്ല. സ്റ്റിൽ ഈ കാർ ഇവിടെയാണ്. ഈ കാർ ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും ഇത് ആർക്കായിരിക്കല്ലേ കിട്ടാൻ പോകുന്നത്? നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൊളിച്ചു. പിന്നെ ഞാൻ ആരാ? ഈ കാറിൻ്റെ ഫുൾ ഞാൻ ആ ബോഡി ഞാൻ ഇല്ലാണ്ട് ഞാൻ കാണിച്ചില്ല. അതിൻ്റെ ബ്യൂട്ടി നിങ്ങളൊന്ന് ആസ്വദിച്ചോ കൂട്ടാം. ഈ കാർ ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്യാതെ ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇതിൽ ഹാൻഡിലൊന്നുമില്ല. എനിക്ക് ഈ കാറുകളെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗായ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാഷാ ഒന്നും പറയാനില്ല. അപ്പോൾ ശരി എന്നാ. അടുത്തൊരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഗോൾഡ് സൂക്ക് അല്ലേ? പുതിയ ഗോൾഡ് സൂക്ക് എക്സ്റ്റൻഷനിൽ ഏതൊരു ഷോപ്പ്, എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്, കഴിക്കാൻ പോവാണ്. ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലൊക്കെ തല ചുറ്റി വീഴും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ. എടുത്തോളൂ. കഴിഞ്ഞ ദിവസമാണ് ജബർജസ്റ്റിലൊക്കെ പോയ സമയത്ത് KFC കഴിച്ചപ്പോൾ അവിടെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കരുതും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും അതിലോട്ട് തന്നെ വന്നു. ഒരു അറബിക് പ്ലേറ്റ് ഷവർമയും ആൻഡ് ഇതെന്തേനും ഇതും അത് തന്നെ. ഇതെന്താ ഷ്രെഡ് നമുക്ക് കഴിച്ചു തുടങ്ങാമല്ലേ? ഇതിന്ന് ഞാൻ എടുക്കട്ടെ ഒരു പീസ്. മൊത്തം എടുക്കണ്ട, 50-50 അതാണ് കണക്ക്. Cheers. നല്ലൊരു ലെമണിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. കൊള്ളാം. സൂപ്പർ കേട്ടോ. ഒന്നര-2 മണിക്കൂറിൻ്റെ നീണ്ട ട്രാഫിക്കിന് ശേഷം ഞാൻ അവസാനം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ ഇങ്ങനെ സൽക്കരിക്കുന്നതിൻ്റെ തിരക്കിലാണ് അവിടെ ഉള്ളത്. എനിക്ക് ഓൾറെഡി ഒരു കോഫി കിട്ടുമെന്ന്. അവളല്ല കേട്ടോ കോഫി തന്നെ, ഇവിടുത്തെ ചേച്ചിയാണ്. എന്തോ മാങ്ങയൊക്കെ കട്ടാൻ വേണ്ടി പോയേക്കാണ്. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ വീട് കാണിക്കാതെ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാതെ വിചാരിച്ചു. എനിക്ക് എനിക്കിവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാം. ഇവിടെ ഒരു കുഞ്ഞു ഫിഷ് ടാങ്കും അവിടെ ഒരു വലിയ ഫിഷ് ടാങ്കും ഉണ്ട്. ആ വലിയ ഫിഷ് ടാങ്കിൻ്റെ അത് കുറേ വലിയ മീനുകളാണുള്ളത്. നമ്മളൊരു മീനൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ. വന്നോ? അതെന്താടാ മിച്ചറാണോ? ഞാൻ ഇവരോടും നീ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരണം തള്ളി കൊണ്ടുവരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. ഹലോ ചാന്ദിനിയുടെ ക്ലിനിക്കിൽ പോയിട്ടാണ് ഞാനന്ന് ഓസിക്കല്ല ഹെയർ റിമൂവലൊക്കെ എന്തായിരുന്നു അത്, ലേസർ ഹെയർ റിമൂവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഡോക്ടറാണ്, കണ്ട ലുക്കിലെന്നേ ഉള്ളൂ. കുഞ്ഞിനെ കാണാൻ വന്നിട്ട് കുഞ്ഞിനെ കരച്ചിൽ കാരണം അപ്പുറത്തെ വീട്ടിൽ കാക്കിന്ന്. ഇവിടെ കുറേ ക്യാറ്റും ഡോഗില്ല, കുറേ ക്യാറ്റ്സൊക്കെ ഉണ്ടല്ലേ. തുറന്നകത്ത് കയറോടാ, തുറന്നകത്ത് കയറോ? വിളിക്കണ്ട, നമുക്ക് വേണമെങ്കിൽ കാണാം. നമ്മുടെ വീട്ടിലും ഒരു ക്യാറ്റുണ്ട്. ഇവള് എന്നെപ്പോലെ അല്ല, എനിക്ക് എന്നെ നോക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇവള് 3, 4, 5, 6, 7, 8, 9 ക്യാറ്റൊക്കെ ഇവളുടെ കയ്യിലുണ്ട്. എല്ലാത്തിനും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നു. കുട്ടീനെ മാനേജ് ചെയ്യുന്നു. ആസ് എ ഡോക്ടർ പ്രൊഫഷൻ അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്ലസ് കുറേ ക്യാറ്റ്സ്. ഹൗ ഇറ്റ്സ് പോസിബിൾ ഡാ? നിനക്ക് എങ്ങനെ പറ്റുന്നു? ഞാൻ വിചാരിച്ചു അതൊരു ഇറക്കി വിട്ടതും കറങ്ങാൻ കേട്ടല്ലോ. ഇറക്കി വിട്ടെന്നുള്ള ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കറങ്ങാൻ വിട്ടു എന്ന് പറയായിരുന്നു. ഞാൻ കാണിക്കാം ഇവിടുത്തെ പൂച്ചനെ. ഉറക്കം ഒരെണ്ണം. ഹായ് പറഞ്ഞേ. പറഞ്ഞോ വേണ്ട. ഓക്കെ. 2 വന്നു.
രണ്ടാമത്തത് മൂന്നാമത്തത്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? മൂന്നാമത്തെ ഇത് മൂന്നാമത്തെ ഒന്ന്. ദാണ്ടി ഒരെണ്ണം, ബാക്കി രണ്ടെണ്ണം ഉണ്ട് കറങ്ങാൻ പോയിരിക്കും. ഞാൻ പേടിച്ചു പോയി ഇവള് ഇതൊക്കെ കൂടെ വളർത്തുന്നുണ്ടോന്ന്. ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് പിന്നെ ഇതിനെങ്ങനെയൊക്കെ ചാടി മകളിൽ മണ്ടയ്ക്ക് കയറാം. അല്ല, ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ, ലാഡർ ഉണ്ട്. ആ, എങ്ങനെയുണ്ട്? പൂച്ചയ്ക്ക് വേണ്ടി ഏണിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. നമ്മളെ നാട്ടിലാണെങ്കിൽ നല്ല കൊയ്ത്തായിരുന്നു. കിട്ടിയ ഗ്യാപ്പിന് ഒരു പൂച്ചേനകത്തോട്ട് കയറിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ടടാ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. മാംഗോസ് ആക്ച്വലി ഞാൻ ഇതല്ല കേട്ടോ ഉദ്ദേശിച്ചത്, കുറച്ച് മധുരമൊക്കെ ഉള്ളത് ഉദ്ദേശിച്ചത്. നല്ല എരിയാന്ന്. ഇത് മോൾ ഉറങ്ങിയില്ലേ, മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ഗൈസ്. സാരമില്ല, അത് ഉറങ്ങിക്കോട്ടെ. ഇതിൻ്റെ കളിക്കാനുള്ള സ്ഥലം ഏരിയ ആണല്ലേ. അയ്യോ, നമുക്കും ഉണ്ടായിരുന്നു, ഒരു പാവ പോലും ഉമ്മ തരത്തില്ലായിരുന്നു. ഇതുള്ളതുകൊണ്ട് വീഴാണ്ടൊക്കെ അതിനകത്ത് നിൽക്കൂലേ? കുറച്ചൊക്കെ. അല്ല, വീഴത്തില്ലല്ലോ, നല്ല അത്യാവശ്യം ഹൈറ്റില്ലേ. കുഞ്ഞ് ഉറങ്ങിയത് കാരണം തൽക്കാലം ഫോട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നതാ. എന്തൊരു ആത്മാർത്ഥത, കൊച്ചിനെ കാണിച്ചോ, ഫോട്ടോ എങ്കിലും ഇതാ കാണിച്ചോന്ന്. ഇതാണ് ഇവളുടെ ബേബി, ക്യൂട്ട് ബേബി. ഉറക്കോ പാവം. ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ പഴയ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അയവിറക്കി. വിളിച്ചിട്ട് ഉറങ്ങിക്കോട്ടെ, ക്ഷീണം കാണും. അത് ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്, അടുത്ത സ്ഥലത്തോട്ട് പോകാനുണ്ട്. അടുത്ത ഞങ്ങൾ ഫുജിറ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ 9 മണിയായിട്ടുണ്ട്. 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി ഏത് കാലത്ത് അവിടെ എത്താമെന്നൊന്നും എന്തൊക്കെയൊക്കെയോ പ്ലാൻ ഉണ്ടോ, ഒന്നും നടക്കാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും ആദ്യപ്പോഴേ പറയാത്തത്. നടക്കുന്നതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് അവസാനം നടക്കാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഞാൻ മറ്റേ ഫയർ വർക്ക് പറഞ്ഞ് നടക്കാണ്ടായതുപോലെ ആയിപ്പോൾ ഒന്ന് പേടിച്ചിട്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എനിവേസ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പം നീ ടാറ്റ പറയടാ. ബൈ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അതാരോടാ? ഞാൻ വന്നതിൽ എന്നോടാണ് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ വായട കാണാം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഭയങ്കര സങ്കടം അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ഏറ്റവും കൂടുതലും ഞാൻ സംസാരിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അവളാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതലും ഇരുന്ന് കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അധികം സമയം അവിടെ സംസാരിച്ചിരുന്ന് എനിക്ക് മതിയായില്ല. സങ്കടത്തോടുകൂടി ഞാൻ ഇറങ്ങുവാണ്. ജബൽ ജയ്സിൽ പോയപ്പോഴത്തേക്കും അവിടെ ആൾക്കാരിങ്ങനെ ടെൻ്റൊക്കെ കണ്ടിട്ട് എനിക്കൊരാഗ്രഹം, ഇന്ന് ഫുജിറയ്ക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും ടെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്രണ്ട് ചാന്ദിനിനെ കണ്ടിട്ട് അവിടെ നേരെ ഇങ്ങോട്ട് നെസ്റ്റോയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കുറേ കൈൻഡ് ഓഫ് ടെൻ്റ് ഉണ്ട്. എനിക്ക് ഇവിടെ ഈ സാധനം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. 3 പേർക്കൊക്കെ കിടക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അറിഞ്ഞൂടാ ടെൻ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പേസ് അവിടെ കിട്ടുമെന്നുള്ളത്. അവിടെ കാണാൻ എന്തെങ്കിലുമൊക്കെ നടത്തണം. എന്തെങ്കിലും കച്ച കെട്ടി ഇറങ്ങിയതാണ്. നമ്മളിത് എടുക്കത്തില്ലേ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളറാണ് എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത്. ഈ കളർ എനിക്ക് എടുക്കണമെന്നുണ്ട്. പിന്നെ 3 പേർക്ക് അത്യാവശ്യം കൈയും കാലും നീണ്ട് നിവർന്ന് കിടക്കാൻ പറ്റുന്ന അത്ര സ്ഥലമുണ്ട് അതിനകത്ത്. ഇതെടുക്കുക. ആകെ 49 ദിർഹംസേ ഉള്ളൂ ഈ സാധനത്തിന്. 49 ദിർഹംസ് ഉണ്ട്. ഇത് വാങ്ങിച്ചിട്ട് തുറക്കാനുള്ള ഭാഗ്യമെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കട്ടെ. നോർമലി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഫുജിറയ്ക്ക് വന്ന വണ്ടി അതേപോലെ ഫുഡും കഴിച്ച് തിരിച്ചു പോയ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഫുജിറയ്ക്ക് ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ജബൽ ജയ്സ് ട്രിപ്പിലെങ്കിലും അത് ഉപകാരപ്പെടും. കാരണം ഇപ്പം തന്നെ 4 വട്ടം റാസ് കൈമ പോയിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം, ഐ മീൻ ഈ വീക്ക്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ജബൽ ജയ്സ് പോകുമെന്നുള്ളത്. സോ നമുക്ക് ഇത് എടുക്കാം. എടുക്കാം.
സൗഹൃദകരെ ഞങ്ങൾ ചില സാങ്കേതിക തകരാറ് കാരണം ആ ബ്ലൂ ഒഴിവാക്കി ഇതെടുത്തതായിട്ട് അറിയിക്കുന്നു. അയ്യോ ഇതല്ല, കളറ് ബ്ലൂ തന്നെയാണ്, വേറെ എടുത്തു. ഇത് ഓട്ടോമാറ്റിക് ആണ്, ഇത് മാനുവൽ ആണ്. തൽക്കാലം അറിയാത്തത് കൊണ്ടും റിസ്ക് കാരണം ഇത് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ടാറ്റ. ഞാൻ എന്തായാലും ഇതറ്റം വന്നതിലേ പറഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ വരിപ്പറക്കി എടുത്തിട്ടുണ്ട്. ഒന്നും ട്രൈ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല, സൈസ് നോക്കി അങ്ങ് എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തകുമോ എന്തോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് നമുക്ക് കാണാം ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടിയോന്നൊക്കെ ഉള്ള. എനിക്ക് ഈ ഒരു സമയം ഞാൻ കുറേ വ്ളോഗിൽ ഇപ്പോൾ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഡ്രസ്സ്. എനിക്ക് വൈറ്റിലും ഗോൾഡിലൊക്കെ ആരോ കൂടോത്രം ചെയ്ത കണക്കാണ് ഇപ്പോഴും വന്ന് എടുത്തിട്ടുള്ളത്. വൈറ്റും ഒരു ഗോൾഡ് ഓഫ് വൈറ്റ് എന്ന് തന്നെ പറയത്തില്ല, ഗോൾഡ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ വ്ളോഗ് ഫുള്ളും അത് തന്നെ. ന്യൂ ഇയറിൻ്റെ അന്ന് ഞാൻ വൈറ്റാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ജനുവരി 1 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് വൈറ്റ് കളർ ഡ്രസ്സാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി കൊല്ലം മുഴുവനും വൈറ്റ് കൊണ്ടുപോകുന്നുണ്ട് ഇയർ. നമുക്ക് ബില്ല് ചെയ്യാം. ഒരുപാട് വൈകി കേട്ടോ, ഒത്തിരി വൈകി, പ്രതീക്ഷിച്ചതിനേക്കാളും വൈകിയിട്ടുണ്ട്. ആണല്ലേ, എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ് ഗൈസ് ഇവിടെ കൗണ്ടറിൽ നിൽക്കുന്നത്. ഞാൻ 3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊരെണ്ണം ഞാൻ ഒഴിവാക്കി. ആ ഗോൾഡും ഈ വൈറ്റും ഈ ഫ്ലോറൽ സ്കേർട്ടും പറഞ്ഞ സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. 3 മാത്രം. സോ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഓൺ ദ വേയിൽ ഒരു പെട്രോൾ പമ്പ് കണ്ടു. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഒരു സാധനം കാണുന്നത്, ഹോട്ട് ചോക്ലേറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ റാസ്ബെറി ജാമിൽ പോയപ്പോഴത്തേനും ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, ബിക്കോസ് അവിടെ കഴിഞ്ഞു പോയി. ഇന്ന് ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുവാണ്. എന്താക്കുമെന്ന് അറിയത്തില്ല. കിട്ടുവാണെങ്കിൽ ലക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിത് ഈ പരിപാടി കൂടെ വെച്ച് നിർത്തും. ഹോട്ട് ചോക്ലേറ്റ് മീഡിയം കപ്പ്. ഇത് സ്മോളാണോ മീഡിയം ആണോ? കിട്ടിപ്പോയി കൊള്ളാം. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ള. സൂപ്പർ, അടിപൊളി. കൂടാതെ പോകും, കാറിൽ ഇരുന്നിട്ട് കുടിക്കാനുള്ളതാണ്. ക്യാപ്പ് എടുക്കട്ടെ. ഇന്ന് കിട്ടി എനിക്ക്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല. ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ് സേഫ് ആക്കിയിട്ടുണ്ട്. കിട്ടിയില്ല. അപ്പം വ്ളോഗ് കണ്ടില്ലല്ലോ, നമുക്ക് ബില്ല് ചെയ്യാം. ഞാൻ ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ക്യാൻഡിയാണേ, കഴിക്കുന്ന ഒരു മുട്ടായാണേ. ബട്ട് ഇതിൻ്റെ അടിയിലത്തെ ഈ സാധനം ഞെക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് എത്തും. കൊള്ളല്ലേ? ഇത് കൊച്ചു പിള്ളേർക്ക് റിങ്ങായിട്ട് യൂസ് ആക്കാം, ചുമ്മാ വെറുതെ കളിക്കാൻ. ഇതിങ്ങനെ പൊളിച്ചിട്ട് ഇതിങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ, ആ വേർഡ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികൾക്ക് കഴിക്കാം. ഇങ്ങനെ നിന്നു വയ്ക്കട്ടെ, എനിക്ക് വേണ്ട, ഞാൻ കുട്ടിയല്ലല്ലോ. പിന്നെ വേറൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നേ, ഇതിനകത്തൊരു പേസ്റ്റ് പോലത്തെ സാധനമുണ്ട്. ഇതിങ്ങനെ വായിലോട്ട് ഒഴിച്ചിട്ട് ചവച്ചിട്ട് ഊതി കഴിഞ്ഞാൽ ബബിൾഗം ഇങ്ങനെ വീർപ്പിക്കുന്ന കണക്കാകും. കഴിഞ്ഞോ? ആക്കിയോ? പോവാം. അപ്പോൾ പോന്നു ഗൈസ്. അവർക്ക് ഫേമസ് ആവണോ അത്രേ? വേണ്ട, എനിക്ക് താല്പര്യമില്ല. നമുക്ക് നേരെ കയറാം. ഒരുപാട് ലേറ്റായി നമ്മൾ. ഇന്നും നമ്മളിവിടെ വാചകം പഠിച്ച് നിന്നാൽ ഫുജറ എത്തില്ല. അങ്ങനെ നീണ്ട എന്തേനും ആ സാധനം. അങ്ങനെ നീണ്ട പ്രയാണത്തിന് ശേഷം നമ്മൾ ഫുജേറയിലുള്ള ദിബ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ക്യാമ്പ് ഫയറും ഒക്കെ ഇതുമായിട്ട്. സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കറങ്ങി ഞങ്ങൾ വിശാലമായിട്ടൊരു സ്ഥലം കണ്ടെത്തി. ഇവിടെയാണ് നമ്മളിന്ന് നമ്മുടെ ടെൻ്റൊക്കെ സെറ്റാക്കി ബാർബിക്യൂ ചെയ്യാൻ പോകുന്നത്. അത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഇത് എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ പരിപാടി നടക്കത്തില്ല. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടിയിലോട്ട് വരാം. അടിക്കി പറിച്ചെടുക്കണം അതേമാതിരി.
അങ്ങനെ ടെന്റ് സെറ്റാക്കി. ഞങ്ങള് ഈ ബീച്ച് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിക്കാക്കി ഇതിൻ്റെ ഈ ഒരു ഫേസ്. ഇത് ലൈറ്റ് അല്ല, ഇത് ക്യാമറ ഓണാക്കി ഇരിക്കുക. നമ്മൾ ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ആയി വരുന്നുണ്ട്. ഇതൊന്ന് കത്തിക്കിട്ടി. അമ്മച്ചേ, താടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് കത്തിപ്പിടിച്ചേനേട്ടാ. തണുപ്പ് തണുപ്പ്. ഇതൊന്ന് കത്തി കനലായിട്ട് വരണം. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് കണ്ടോ? നമ്മൾ സ്വീറ്റ് കോൺ മേടിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഇത് തുറന്നില്ലല്ലോ കുറച്ചോനെ. പിന്നെ എൻ്റെ കൊതിക്ക് ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്താവുമെന്നൊന്നും അറിയാൻ മേല. കുറച്ച് കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ടുണ്ട്. മസാലയൊന്നുമില്ല, വെറുതെ ഗ്രില്ലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. ഓൾറെഡി ഫുഡൊക്കെ വെച്ചിട്ട് ഇറങ്ങിയാണ്, എന്നാലും ഇത് കാണുമ്പോൾ ചെറിയൊരു വിശപ്പ്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളുടെ അൺബോക്സിംഗ് ഒക്കെ നടന്നു. ഇതാണ് ആ പെട്ടിക്കകത്തുണ്ടായിരുന്നത്. ഇത് മറ്റേ കബാബ് സ്റ്റൈലാണ് കേട്ടോ ഈ സാധനം. ബാക്കിയൊക്കെ എന്തോ ആണ്. 4 ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലുമ്മക്കായിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കുറച്ച് മുമ്പ് ഇതിൽ മസാല ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ ഇവിടെ നിന്നാണ്. ഇതിൻ്റെ മസാല ഞാൻ കുറച്ച് ഇതിലോട്ടാക്കി തിളച്ച് മറിയുക. ഇതെന്താവോ എന്തോ, അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. പക്ഷെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവും. ഇതും ബൈ. അങ്ങനെ ഒരുവിധം എല്ലാം ഗ്രിൽ ചെയ്തെടുത്തു. ചെറുതായിട്ടൊക്കെ ഒന്ന് കരിഞ്ഞുപോയി. അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും. ഇത്ര പെട്ടെന്ന് കരിയൊന്നും ഞാൻ വിചാരിച്ചില്ല. സോറി, ഞങ്ങൾ വിചാരിച്ചില്ല. ആൻഡ് ഏറെക്കുറെ എല്ലാം സെറ്റപ്പാക്കി നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. ഈ സാധനം ചെറുതായിട്ടൊന്ന് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു. ഓൾറെഡി കരിഞ്ഞതിൻ്റെ പ്രശ്നമല്ല, ടേസ്റ്റ് ഈസ് നോട്ട് ഗുഡ്. ഇത്ര പോരായിരുന്നു. ഭയങ്കര ക്രിസ്പി ആയിപ്പോയി. ക്രിസ്പിൻ്റെ ഒരു പഴകിയ സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ ഇതും ഉണ്ട്. ചൂടില്ല, വലിച്ചോ. ചൂട് പോയല്ലോ ഇത്ര പെട്ടെന്ന്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല നമ്മളാക്കി കൊണ്ടുവന്നതല്ല, നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കൊള്ളായിരുന്നു. നെസ്റ്റൊന്ന് മേടിച്ചതാ. ആകെ പറ്റിക്കപ്പെട്ടത് ഈ കല്ലുമ്മക്കായ. ടേസ്റ്റ് പോരാ. ടേസ്റ്റിൻ്റെ അല്ല, ഇത് കുറച്ച് പഴകിപ്പോയി. ഞാനൊക്കെ കല്ലുമ്മക്കായ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോടൊപ്പം ഞാൻ ഒളിച്ചോടി പോകുന്ന ഒരാളാണ്. എനിക്ക് കല്ലുമ്മക്കായുടെ ഒരു ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇത് ചീത്തയായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കഴിച്ചു, എനിക്ക് ഇതിലുള്ള പ്രേമം കാരണം. ഒരു അവിഞ്ഞ ടേസ്റ്റ് വേണ്ട, കല്ലുമ്മക്കായ എടുത്ത് കളയാം. നന്നായിട്ട് വെന്തിട്ടുണ്ടോ, കുറച്ച് കട്ടിയായിപ്പോയി. ജ്യൂസി ടേസ്റ്റ് അല്ലാണ്ട് കുറച്ച് ഡ്രൈ ആയി, അത്രേ ഉള്ളൂ. ടേസ്റ്റ് ഈസ് ഗുഡ്. ഇത് നമ്മൾ എടുത്തില്ലല്ലോ. ഇതെങ്ങനെയുണ്ടോ? എന്നിട്ട് എനിക്കെന്താ തരാത്ത? ഇത് പിടിക്ക് നോക്കട്ടെ. വടിക്ക് കുമാരേട്ടാ, ചൂട് കുറയ്ക്കാൻ നോക്കിയാ. ഇത് ലാസ്റ്റ് വെച്ചെടുത്താണ്. ചൂടുണ്ട് ടേസ്റ്റും ഉണ്ട്. എല്ലാം ഓൾമോസ്റ്റ് ചൂടാക്കാട്ടോ. ഇനി ആ വീട്ടിൽ നമുക്ക് വേണ്ട. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3 മണിയായി. ഫ്രണ്ടിലൊന്നും കാണുന്നില്ല. ഞാൻ ഫ്ലാഷ് ലൈറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലോട്ടൊന്നും കാണുന്നില്ല. കടലിൽ കുറച്ചൊന്നും ഇറങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ നോക്കട്ടെ. അമ്പോ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഉറക്കം വരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ജബൽ ജേസിലൊക്കെ പോയിട്ട് വെളുപ്പിന് രാവിലെ 11 മണിക്കാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, ഉറക്കം വരുന്നില്ല. അപ്പം കുറച്ച് നേരം ഇങ്ങനെ കടലിൻ്റെ അണ്ണാക്ക് നോക്കി നിൽക്കാമെന്ന് കരുതി ഇറങ്ങിയത്. പിന്നെ സൂര്യോദയം ആകുമ്പോഴത്തേനും എല്ലാം കെട്ടിപ്പറക്കി ഇവിടെ നിന്ന് പോണേ. 3 മണിക്കൂറത്തേക്ക് ഉറങ്ങണോ എന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇന്നത്തേക്ക് ഉറക്കം വേണ്ട. നല്ല അടിപൊളി ഒരു വെതർ ആയതുകൊണ്ട് അങ്ങനെ ക്ഷീണം തോന്നുന്നില്ല, തളർച്ച തോന്നുന്നില്ല. നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫീലാണ്. ഉറങ്ങാനൊന്നും തോന്നുന്നില്ല. അപ്പം ഞാൻ കരുതി കുറച്ച് നേരം ഇങ്ങനെ ശുദ്ധമായി ശ്വസിക്കാമെന്ന്. ആൻഡ് വൺ മോർ തിങ്, നല്ല അടിപൊളി കണ്ടോ നമ്മുടെ ചന്ദ്രൻ നല്ല ഉദിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചമായിരുന്നേ.
അപ്പം ഞാൻ കരുതി ഇവിടെ ആരോ ലൈറ്റൊക്കെ വച്ചിട്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. ബട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഭയങ്കരമായിട്ട് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നതാണ് എന്നുള്ളത്. നല്ല രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സ്റ്റാർസും ഭയങ്കര ആകാശം എന്ന് പറയുമ്പം ക്ലിയർ ആയിട്ട് ഓരോ സ്റ്റാറും ഇങ്ങനെ കാണുന്നു. അത്രയും തെളിഞ്ഞിട്ടാണ് കാണുന്നത്. ഞാൻ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് എന്തോ ഇങ്ങനെ കണ്ടത്. ഇങ്ങനെയൊക്കെ ഞാൻ ആകാശം കണ്ടത്. ഈ വർഷങ്ങൾക്ക് പിന്നിട്ടതിന് ശേഷം ഈ ഒരു ഇയർ എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പൊന്നെ. എൻ്റെ ഈ വർഷം ഞാൻ എല്ലാവരോടും പറഞ്ഞു, കാണുന്നിടത്തും കേൾക്കുന്നിടത്തും പറഞ്ഞിടത്തും പോണവരടുത്തും വഴി കിടക്കുന്നവരോട് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഈ വർഷം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ വർഷത്തിൽ തന്നെ എത്ര പ്രാവശ്യം ഞാൻ സ്റ്റേക്കേഷന് വേണ്ടി ഇറങ്ങിയെന്നറിയോ. എസ്പെഷ്യലി റാസൽ ഗൈമയിൽ നമ്മൾ പോയ കഥകളൊക്കെ അറിയാമല്ലോ. ബട്ട് ഇത് വേറൊരു എമിറേറ്റ് ആണ്, ഫുജൈറ. നമ്മൾ ഇവിടെ അറിയാമല്ലോ UAE മൊത്തം 7 എമിറേറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കുഞ്ഞ് എമിറേറ്റാണ് ഈ ഫുജൈറയിലാണ് ഉള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഫുജൈറയിലുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാനിന്ന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും സെറ്റപ്പാണെന്നുള്ളത്. അപ്പോൾ ഇനി എനിക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഇനിയും കുറേ ഫ്രണ്ട്സായിട്ട് വരണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടെയാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് കുറച്ചുകൂടെ കടലിലൊക്കെ കളിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുക്കുക, ഉറങ്ങുന്നൊന്നുമില്ല, എന്നാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴി കാണാം. അടുത്തൊരു ബ്ലോഗിൽ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും വസ്സലാമ. ഞാൻ മാസലമ്മ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയത്. അതുകൊണ്ട് കൊള്ളാം, എനിക്ക് ചന്ദ്രനെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇങ്ങനെ കൈവച്ചാൽ എനിക്ക് വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരുമാതിരി എന്താ ഇത്. ഓക്കെ, ഇപ്പം നല്ല വൃത്തിക്ക് കാണുന്നുണ്ടല്ലോ ചന്ദ്രനെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല സൂപ്പറായിട്ട് ചന്ദ്രനുണ്ടെന്നുള്ളത്. ഇതിങ്ങനെ വയ്ക്കുമ്പോഴാണ് ഈ ക്യാമറയിൽ കൂടെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളായിരിക്കും ഞാൻ എൻ്റെ ബ്രേസ്ലെറ്റ്, അങ്ങനെയൊന്നുമല്ല, ഒരിക്കലുമല്ല. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടതല്ലേ ഇത് ക്ലാരിറ്റി പോകുന്നത്. ഐ മീൻ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഭംഗി ഞാൻ കൈവച്ചപ്പോഴാണ് കിട്ടുന്നത്. സോ കണ്ടില്ലേ, സ്റ്റാഴ്സൊക്കെ കണ്ടില്ലേ ബ്ലിങ്ങുന്നത്. അപ്പോൾ ഇതെനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെയാണ് നമ്മൾ ടെൻറ്റ് എവിടെ ഇവിടെ അതാണ്ടേ നമ്മൾ ടെൻറ്റ് കിടക്കുന്നത്, ഐ മീൻ വച്ചത്. ആൻഡ് ഇതിന്ന് ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ കടലിലോട്ട്. അവിടെ കടൽ അതാണ്ടേ ഇവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഓൾറെഡി മാസലമ്മ പറഞ്ഞു. അപ്പോൾ ചാ